വെൽക്കം ബാക്ക് ടു നോളജ് വിത്ത് AR. തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ പ്രചരണങ്ങളെല്ലാം കഴിഞ്ഞ് കേരളം ബൂത്തിലേക്കെത്തി. ഇപ്പോഴും പോളിംഗ് ബൂത്തിലെത്തിയാൽ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് സംശയമുള്ളവരാണോ നിങ്ങൾ? അല്ലെങ്കിൽ ആദ്യമായി വോട്ട് രേഖപ്പെടുത്താൻ പോകുന്നവരാണോ? എന്നാൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്നും നിങ്ങൾക്ക് എത്ര വോട്ടുണ്ടെന്നും നോക്കാം. നിങ്ങൾ കോർപ്പറേഷനിലോ മുനിസിപ്പാലിറ്റിയിലോ ഉൾപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വോട്ട് മാത്രമാണ് ഉണ്ടാവുക. പോളിംഗ് ബൂത്തിലെ വെള്ള നിറത്തിലുള്ള ഒരു ബാലറ്റ് യൂണിറ്റിൽ വോട്ട് രേഖപ്പെടുത്താം. ഇനി നിങ്ങൾ ഗ്രാമപഞ്ചായത്തിലാണ് വോട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ 3 വോട്ട് ചെയ്യണം. 1 ഗ്രാമപഞ്ചായത്ത് വാർഡിലേക്ക്, 2 ബ്ലോക്ക് പഞ്ചായത്ത് വാർഡിലേക്ക്, 3 ജില്ലാ പഞ്ചായത്ത് വാർഡിലേക്ക്. ഇതിനായി പോളിംഗ് ബൂത്തിൽ 3 യൂണിറ്റ് ബാലറ്റുകൾ ഉണ്ടാകും. ഓരോന്നും ഓരോ നിറത്തിലും ആയിരിക്കും. ഗ്രാമപഞ്ചായത്തിലേക്ക് വോട്ട് ചെയ്യാനുള്ള യൂണിറ്റിൽ വെള്ള നിറത്തിലുള്ള ലേബലും, ബ്ലോക്ക് പഞ്ചായത്തിലേക്കുള്ള യൂണിറ്റിൽ പിങ്ക് നിറത്തിലുള്ള ലേബലും, ജില്ലാ പഞ്ചായത്തിലേക്കുള്ള ബാലറ്റ് യൂണിറ്റിൽ ഇളം നീല നിറത്തിലുള്ള ലേബലും ആയിരിക്കും. ഇതനുസരിച്ച് നിങ്ങൾക്ക് വോട്ട് രേഖപ്പെടുത്താം. ഇനി മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയോടോ പാർട്ടിയോടോ താല്പര്യമില്ലാതെ നിഷ്പക്ഷമായി നിന്ന് നോട്ടയ്ക്ക് വോട്ട് ചെയ്യാൻ പോകുന്നവരോടാണ് ഇനി പറയാനുള്ളത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ നോട്ട എന്ന ഓപ്ഷൻ ഇല്ല, പകരം എൻഡ് എന്ന ഓപ്ഷനാണ് ഉണ്ടാവുക. ഈ ബട്ടൺ പ്രസ് ചെയ്ത് നിങ്ങൾക്ക് വോട്ടെടുപ്പ് അവസാനിപ്പിക്കാവുന്നതാണ്. ഇനി ഗ്രാമപഞ്ചായത്തിൽ മാത്രം വോട്ട് ചെയ്ത് ബ്ലോക്ക് ജില്ലാ തലത്തിൽ വോട്ട് ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ വോട്ട് രേഖപ്പെടുത്തി എൻ ബട്ടൺ അമർത്താം. ഇനി എങ്ങനെയാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് നോക്കാം. പോളിംഗ് ബൂത്തിലേക്ക് കടന്നാൽ പോളിംഗ് ഉദ്യോഗസ്ഥൻ നമ്മുടെ തിരിച്ചറിയൽ രേഖയും വോട്ടർ ലിസ്റ്റിലെ പേരും മറ്റു വിവരങ്ങളും പരിശോധിച്ച് ഉറപ്പാക്കും. രണ്ടാമത്തെ പോളിംഗ് ഉദ്യോഗസ്ഥനാണ് നമ്മുടെ കൈവിരലിൽ മഷി പുരട്ടുന്നത്. ശേഷം വോട്ടിംഗ് ലിസ്റ്റിൽ ഒപ്പുവെപ്പിക്കുകയും വോട്ട് ചെയ്യാനുള്ള സ്ലിപ്പ് നൽകുകയും ചെയ്യും. ഇനി നേരെ വോട്ടിംഗ് യന്ത്രത്തിൻ്റെ ചുമതലയുള്ള പോളിംഗ് ഉദ്യോഗസ്ഥൻ്റെ അടുത്തേക്കാണ്. സ്ലിപ്പ് കൈമാറുമ്പോൾ പ്രസ്തുത ഉദ്യോഗസ്ഥൻ കൺട്രോൾ റൂമിലെ ബാലറ്റ് മെഷീൻ അമർത്തുകയും വോട്ടിംഗ് മെഷീൻ സജ്ജമാക്കുകയും ചെയ്യും. ഇനി വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് വോട്ട് രേഖപ്പെടുത്താം. സ്ഥാനാർത്ഥിയുടെ പേരിനും ചിഹ്നത്തിനും നേരെയുള്ള ബട്ടനാണ് അമർത്തേണ്ടത്. ഇത് ചെയ്താൽ ചുവപ്പ് ലൈറ്റ് പ്രകാശിക്കുകയും ബീപ്പ് ശബ്ദം കേൾക്കുകയും ചെയ്യും. ഇതോടെ നമ്മുടെ വോട്ടിംഗ് പൂർത്തിയാകും. ഇനി എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറോട് ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ്. ഇനി വോട്ട് രേഖപ്പെടുത്താൻ പോകുമ്പോൾ സംശയമില്ലല്ലോ. അപ്പോൾ എല്ലാവരും തൻ്റെ സമ്മതിദാവകാശം കൃത്യമായി വിനിയോഗിക്കുക. വോട്ട് ചെയ്യാൻ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസിനായി നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.